നേഴ്സസ് സക്സസ് വാല്യൂ കരിയർ പോയിന്റ് മറ്റൊരു യൂട്യൂബ് സെക്ഷനിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ നേഴ്സിംഗ് സൂപ്രണ്ട് എക്സാമിനായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്സിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ് ആയിട്ടുള്ള വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന യൂണിറ്റ് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസും ബേസ് ചെയ്തിട്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് തിയറി നോട്ട് പഠിക്കുകയുണ്ട് അല്ലെ. നിങ്ങളും എല്ലാവരും ആ നോട്ട് എഴുതിയെടുത്ത് പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട യൂണിറ്റിലെ റെയിൽവേയുടെ തന്നെ മുൻവർഷത്തെ എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ള 20 ചോദ്യങ്ങളാണ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ എല്ലാവരും ഓരോ ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ പഠിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുക. അവസാനം നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റി, 25 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയോ എന്നുള്ളത് ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. അവസാനം തന്നെ അല്ലെങ്കിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളതും ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. സോ ഇനി ആരെങ്കിലും കഴിഞ്ഞ ക്ലാസ് പഠിക്കാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ഫിസിക്സിലെ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതിന് ശേഷം മാത്രം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. സോ ആ നോട്ട് എഴുതിയെടുത്ത് പഠിച്ചതിന് ശേഷം മാത്രമേ ഈ ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കാവൂ. സോ നിങ്ങൾ എന്റെ കൂടെ തന്നെ എത്തുക. ഓരോ ചോദ്യങ്ങൾ വായിച്ചിട്ട് അതിന് അപ്പുറം തന്നെ ആൻസർ കമന്റ് ചെയ്ത് തന്നെ പോവുക കേട്ടോ. സോ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. സോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കൂടി കമന്റ് ചെയ്യാം. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് റെയിൽവേ 2015 എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ദ യൂണിറ്റ് ഫോർ മെഷർമെന്റ് ഓഫ് എനർജി ഈസ് ഓപ്ഷൻ എ പാസ്കൽ, ഓപ്ഷൻ ബി ജൂൾ, ഓപ്ഷൻ സി കാലറി, ഓപ്ഷൻ ഡി ഹോഴ്സ് പവർ. ചോദിച്ചിരിക്കുന്ന യൂണിറ്റ് ഫോർ മെഷർമെന്റ് ഓഫ് എനർജി ആണ് അല്ലെ. സോ എനർജി, വർക്ക്, ഇതിന്റെയൊക്കെ യൂണിറ്റ് സെയിം ആണെന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ. സോ എനർജിയുടെയും വർക്കിന്റെയും ഒക്കെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് ജൂൾ ആണ് അല്ലെ. ഡൗട്ടില്ലല്ലോ, എല്ലാവർക്കും ആൻസർ കിട്ടിയില്ലേ? സോ യൂണിറ്റ് ഓഫ് എനർജി അതുപോലെ യൂണിറ്റ് ഓഫ് വർക്ക് ഇതിന്റെയൊക്കെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. ഒരു ജൂൾ എന്ന് പറയുന്നത് എന്താ? സോ 1 ജൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ വർക്ക് ഡൺ when a force of 1 Newton is applied through a distance of 1 meter in the direction of force. അതായത് ഒരു വസ്തുവിനെ 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്ത് 1 മീറ്റർ ഡിസ്റ്റൻസിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ എടുക്കുന്ന അല്ലെങ്കിൽ അതിനായിട്ട് ചെലവാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കാണ് 1 ജൂൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് എനർജി എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നതും വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നതും ജൂൾ ആണ്. ക്ലിയർ അല്ലേ? സോ 2 ചോദ്യങ്ങൾ, യൂണിറ്റ് ഓഫ് വർക്ക് ആൻഡ് എനർജി, രണ്ടും ജൂൾ ആണ്. രണ്ടാമത്തെ ചോദ്യം റെയിൽവേയുടെ 2015 കോമ്പറ്റീറ്റീവ് എക്സാം ചോദിച്ചതാണ്. If a moving body doubles its velocity, its kinetic energy becomes double. Option B 4 times, option C same, option D 3 times. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റി ഡബിൾ ആകുമ്പോൾ കൈനറ്റിക് എനർജിയിൽ എന്ത് ചേഞ്ച് ഉണ്ടാകുന്നതാണ് അല്ലെ. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² എന്നാണ്. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് 2 മടങ്ങായി എന്നാണ്. സോ ആദ്യത്തെ വെലോസിറ്റി v ആയിരുന്നെങ്കിൽ ഇപ്പോ രണ്ടാമത്തെ വെലോസിറ്റി 2v ആയിട്ട് മാറി, 2 മടങ്ങായിട്ട് മാറി. ഇതിന്റെ ഫോർമുലയിൽ കൊടുക്കുമ്പോൾ ഹാഫ് ഇൻറ്റു m ഇൻറ്റു വെലോസിറ്റി എന്തായിട്ട് മാറി? 2v² ആയിട്ട് മാറി. സോ ഹാഫ് ഇൻറ്റു m ഇൻറ്റു 2v² എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ 4, v-യുടെ സ്ക്വയർ v² തന്നെയാണ്. സോ നോക്കിയേ, ഹാഫ് mv² ഇൻറ്റു 4 എന്നായിട്ട് മാറി. ഈ ഹാഫ് mv² എന്ന് പറയുന്നത് നമുക്കറിയാം ദാറ്റ് ഇസ് കൈനറ്റിക് എനർജി ആണ്. സോ 4, ദാറ്റ് ഇസ് കൈനറ്റിക് എനർജി ബിക്കംസ് 4 ടൈംസ് എന്നാണ്. സോ വെലോസിറ്റി ഡബിൾ ആയാൽ കൈനറ്റിക് എനർജി 4 മടങ്ങായിട്ട് മാറും. സോ അതിന്റെ സ്ക്വയർ ആയിട്ട് മാറും. വെലോസിറ്റി 4 മടങ്ങായാൽ കൈനറ്റിക് എനർജി അതിന്റെ സ്ക്വയർ ആയിട്ട് മാറും. ദാറ്റ് ഇസ് 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഗുണം 4 16 മടങ്ങായിട്ട് മാറും. ഇനി 5 മടങ്ങായാലോ വെലോസിറ്റി അതിന്റെ സ്ക്വയർ ആയിട്ടുള്ള 5 ഗുണം 5 25 മടങ്ങായിട്ട് കൈനറ്റിക് എനർജി മാറും. സോ വെലോസിറ്റി ഡബിൾ ആയാൽ കൈനറ്റിക് എനർജി 4 മടങ്ങാകും. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. എല്ലാവർക്കും കിട്ടിയോ? സോ ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിച്ചതാണ്. സോ എല്ലാവർക്കും ആൻസർ കിട്ടിയില്ലേ? ഓ, മൂന്നാമത്തെ ചോദ്യം ഇത് റെയിൽവേയുടെ 2016 എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ദ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഡിപ്പെൻഡ്സ് അപ്പോൺ. കൈനറ്റിക് എനർജി
ഏതൊക്കെ ഫാക്ടറികളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ മാസ്, ഗ്രാവിറ്റി ആൻഡ് ഹൈറ്റ്. Then option B, it's mass alone. Option C, it's velocity alone. Option D, both mass and velocity. So നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്ന് പറയുന്നത് ഹാഫ് എം ബി സ്ക്വയർ ആണ്, അല്ലെ? ഹാഫ് എം ബി സ്ക്വയർ ആണ്. സോ ഇവിടെ രണ്ട് കാര്യങ്ങളെ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് മാസും, രണ്ട് വെലോസിറ്റിയും. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് അപ്പോൺ ബോത്ത് മാസ് ആൻഡ് വെലോസിറ്റി. സോ ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. കൈനറ്റിക് എനർജി അതിന്റെ മാസിനെയും വെലോസിറ്റിയുമാണ് ഡിപ്പെൻഡ്. സോ മാസ് കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും, അതിൽ വെലോസിറ്റി കൂടുമ്പോഴും കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ബോത്ത് മാസ് ആൻഡ് വെലോസിറ്റി. ക്ലിയർ? ഇപ്പൊ നാലാമത്തെ ചോദ്യം, ഇത് റെയിൽവേയുടെ 2018 നടന്ന ഒരു എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. An object with a mass of 22 kilogram moving with a velocity of 5 meters per second possesses kinetic energy of. Option A, 275 joule. Option B, 110 joule. Option C, 1100 joule. Option D, 2750 joule. സോ പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്, കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനാണ്, അല്ലെ? എന്ത് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്? നമുക്ക് മാസ് തന്നിട്ടുണ്ട്, എം എന്ന് പറയുന്നത് 22 കിലോഗ്രാം ആണ്. അത് പറഞ്ഞിട്ടുണ്ട് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്, അല്ലെ? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കൈനറ്റിക് എനർജിയാണ്. സോ കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഹാഫ് എം വി സ്ക്വയർ ആണ്. സോ ഞാൻ ആ ഫോർമുല കൊടുക്കുന്നു. ഹാഫ് ഇൻറ്റു മാസ് എത്രയാണ്? 22 കിലോഗ്രാം, 22 കിലോഗ്രാം. ദെൻ വെലോസിറ്റിയുടെ സ്ക്വയർ, വെലോസിറ്റി എന്ന് പറയുന്നത് 5 ആണ്. സോ 5ന്റെ സ്ക്വയർ, ദാറ്റ് ഇസ് ഹാഫ് ഇൻറ്റു 22 ഇൻറ്റു 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 5 ഇൻറ്റു 5, ദാറ്റ് ഇസ് 25. ക്ലിയർ അല്ലേ? ദെൻ ഈ ഹാഫ് രണ്ടും ഈ 11 കൂടെ ക്യാൻസൽ ആവും, 11. സോ 11 ഗുണം 25, 25 ഗുണം 11 കിട്ടും. ഒരു 25, 25. സോ 275. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 275 ജൂൾ ആണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. സോ മാസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. സോ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണ്, ദാറ്റ് ഈസ്. സോ ആ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 275 ജൂൾ എന്ന് കിട്ടും. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇത് റെയിൽവേയുടെ 2018 കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിച്ചതാണ്. എ റേസ്ഡ് ഹാമർ പൊസസ്സസ്. ഓപ്ഷൻ എ കൈനറ്റിക് എനർജി. ഓപ്ഷൻ ബി മെക്കാനിക്കൽ എനർജി. ഓപ്ഷൻ സി മസ്കുലാർ എനർജി. ഓപ്ഷൻ ഡി പൊട്ടൻഷ്യൽ എനർജി. ഒരു റേസ്ഡ് ഹാമർ, ഉയർന്നിരിക്കുന്ന ഒരു ഹാമറിന് എനർജിയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഏതാണ് ആൻസർ? ഒരു റേസ്ഡ് ഹാമർ, ഒരു ഉയരത്തിലിരിക്കുന്ന ഹാമർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു പൊസിഷനാണ്, അല്ലെ? അവിടെ പറയുന്നത് ഒരു ഹൈറ്റ് ആണ്, ഒരു ഹൈറ്റിലിരിക്കുന്ന ഹാമർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം എനർജി പൊസസ്ഡ് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ദാറ്റ് ഇസ് പൊട്ടൻഷ്യൽ എനർജി ആണ്, അല്ലെ? സോ പൊട്ടൻഷ്യൽ എനർജി ആണ്. സോ അപ്പൊ റേസ്ഡ് ഹാമറിനുള്ള എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആണ്. കാരണം അതിന്റെ പൊസിഷൻ, അതിന്റെ ഹൈറ്റ് കൊണ്ട് അതിന് കിട്ടുന്ന എനർജിയാണ്, ദാറ്റ് ഇസ് പൊട്ടൻഷ്യൽ എനർജി. സോ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച്, അല്ലെ? എം എന്ന് പറയുന്നത് മാസ് ആണ്, ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. സോ ഹൈറ്റ് കാരണമാണ് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? യെസ്. ആറാമത്തെ ചോദ്യം, മെക്കാനിക്കൽ എനർജി ഇസ് ദ സം ഓഫ്. ഇതും റെയിൽവേയുടെ 2018 കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിച്ചതാണ്. പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ഹീറ്റ് എനർജി, കൈനറ്റിക് എനർജി പ്ലസ് ഹീറ്റ് എനർജി, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി, കെമിക്കൽ എനർജി പ്ലസ് ഇലക്ട്രിക്കൽ എനർജി. ഏതാണ്? തിയറി ക്ലാസ്സിൽ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. ഒരു വസ്തുവിന്റെ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് അതിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ മോഷൻ കൊണ്ട് അതിന് കിട്ടുന്ന കൈനറ്റിക് എനർജിയും അതുപോലെ അതിന്റെ പൊസിഷൻ കൊണ്ട് അതിന് ഉള്ള പൊട്ടൻഷ്യൽ എനർജിയുടെയും സം ആണ്, അല്ലെങ്കിൽ തുകയാണ്, അല്ലെ? സോ അപ്പൊ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ പൊട്ടൻഷ്യൽ എനർജിയും അതിന്റെ കൈനറ്റിക് എനർജിയുടെയും കൂടി തുകയാണ് മെക്കാനിക്കൽ
എനർജി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? യെസ്. ഏഴാമത്തെ ചോദ്യം. Capacity to do work is called. RRB ഓഗസ്റ്റ് 2018 എക്സാം ക്വസ്റ്റ്യൻ ആണ്. പവർ, പ്രഷർ, എനർജി, ഫോഴ്സ്. ഏതാണ്? ദ കപ്പാസിറ്റി ടു ഡു വർക്ക്, നമുക്ക് ജോലി ചെയ്യാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരെന്താണ്? യെസ്, ഇറ്റ് ഈസ് എനർജി അല്ലെ. എനർജി അല്ലെങ്കിൽ ഊർജം, ഒരു ഡൗട്ടും വേണ്ട. എനർജി അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാല് ഊർജം. എനർജിയുടെ യൂണിറ്റ് എന്താണ്? എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ് അല്ലെ, ജൂൾ ആണ്. ഇനി പവർ എന്ന് പറഞ്ഞാലോ? പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ്. ദാറ്റ് ഇസ് വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ് പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി ആണ് പവർ എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്താണ്? പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ആണ് അല്ലെ, വാട്ട്. ഇനി ഫോഴ്സ് എന്ന് പറഞ്ഞാലോ? ഫോഴ്സ് ഇറ്റ് ഇസ് എ പുഷ് ഓർ പുൾ ആണ് അല്ലെ. ഒരു വസ്തുവിന്മേൽ അപ്ലൈ ചെയ്യുന്ന ഒരു പുഷോ അല്ലെങ്കിൽ പുള്ളോ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്, ന്യൂട്ടൺ. ഇനി പ്രഷർ എന്ന് പറഞ്ഞാലോ? പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഏരിയയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് പ്രഷർ എന്ന് പറയുന്നത്. യൂണിറ്റ് ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് പ്രഷർ. ദാറ്റ് ഇസ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് പ്രഷർ എന്ന് പറയുന്നത്. സോ അങ്ങനെ പ്രഷറിന്റെ യൂണിറ്റ് എന്താ? പ്രഷറിന്റെ യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. പ്രഷറിന്റെ SI യൂണിറ്റ്, അതുപോലെ തന്നെ ഡിറൈവ്ഡ് യൂണിറ്റ് ഒക്കെ എങ്ങനെയാണ് അതിന്റെ ഡിറൈവ് ചെയ്തെടുക്കുന്നതൊക്കെ നമ്മൾ ചെയ്ത് പഠിച്ചവരാണ്. യെസ്, ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്, സോറി, പ്രഷറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ ആണ് അല്ലെ. പാസ്കൽ, എക്സാം ക്വസ്റ്റ്യൻ ആണ് പാസ്കൽ. സോ പവറിന്റെ യൂണിറ്റ് വാട്ട്, പ്രഷറിന്റെ യൂണിറ്റ് പാസ്കൽ, എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ്, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. സോ അപ്പൊ കപ്പാസിറ്റി ടു ഡു വർക്ക് എന്ന് പറയുന്നത് എനർജി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. കിട്ടിയില്ലേ? എല്ലാം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. എട്ടാമത്തെ ചോദ്യം. ദ എനർജി പൊസസ്ഡ് ബൈ ആൻ ഓബ്ജെക്ട് by its position or configuration is called. ഇതും റെയിൽവേ 2018 കോമ്പറ്റീറ്റീവ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ പൊട്ടൻഷ്യൽ എനർജി, ഓപ്ഷൻ ബി കൈനറ്റിക് എനർജി, ഓപ്ഷൻ സി ഇലക്ട്രിക്കൽ എനർജി, ഓപ്ഷൻ ഡി ന്യൂക്ലിയർ എനർജി. എനർജി പൊസസ്ഡ് ബൈ ആ ഓബ്ജെക്ട് ബൈ ഇറ്റ്സ് പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ. പൊസിഷൻ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ കാരണം ഒരു വസ്തുവിന് കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. സോ ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ എനർജി. ഇനി കൈനറ്റിക് എനർജി ആണെങ്കിലോ? കൈനറ്റിക് എനർജി ആണെങ്കിൽ ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ, മൂവ്മെന്റ് കാരണമാണ്, മോഷൻ കാരണം കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ എനർജി ആണെങ്കിൽ അതിന്റെ ഇലക്ട്രിക്കൽ ചാർജ് കാരണം. ഇനി ന്യൂക്ലിയർ എനർജി ആണെങ്കിലോ? ന്യൂക്ലിയർ റിയാക്ഷൻസിലൂടെ, ന്യൂക്ലിയർ ഫിഷൻ പോലുള്ള ന്യൂക്ലിയർ റിയാക്ഷനിലൂടെ ഉണ്ടാകുന്ന എനർജിയാണ് ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ ആണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഒൻപതാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസസ് കൺവേർട്സ് കെമിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി? ഓപ്ഷൻ എ ഇലക്ട്രിക് സെല്ല്, ഓപ്ഷൻ ബി ഇലക്ട്രിക് ഫാൻ, ഓപ്ഷൻ സി ഹെയർ ഡ്രയർ, ഓപ്ഷൻ ഡി ഇലക്ട്രിക് ഹീറ്റർ. ഇതും റെയിൽവേ 2018 എക്സാം ചോദ്യമാണ്. കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇതാരെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഏതാണ് കെമിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി? ഒരു ഡൗട്ടും വേണ്ട, ഇലക്ട്രിക് സെൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ബാറ്ററി ആണ് അല്ലെ. കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഇലക്ട്രിക് ഫാൻ ആണെങ്കിലോ? ഇലക്ട്രിക് ഫാൻ നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ അത് കറങ്ങും അല്ലെ. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഫാനില് അല്ലെ. മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഹെയർ ഡ്രയർ ആണെങ്കിലോ? ഹെയർ ഡ്രയർ ഡ്രൈ ചെയ്യാനായിട്ട് ഹീറ്റ്. യെസ്, അവിടെയും ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? തെർമൽ എനർജി അല്ലെങ്കിൽ ഹീറ്റ് എനർജി ആയിട്ട് മാറും. തെർമൽ എനർജി. ഇലക്ട്രിക് ഹീറ്റർ ആണെങ്കിലോ? ഇലക്ട്രിക് ഹീറ്റർ ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഹീറ്റർ, ഇലക്ട്രിക്കൽ എനർജി ഉണ്ട്, അതും തെർമൽ എനർജിയാണ് അല്ലെങ്കിൽ ഹീറ്റ് എനർജിയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇലക്ട്രിക്കൽ സെല്ല് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ഹെയർ ഡ്രയർ ഇലക്ട്രിക്കൽ എനർജി തെർമൽ എനർജി ആയിട്ട് മാറ്റും. അതുപോലെ ഇലക്ട്രിക് ഹീറ്റർ ഇലക്ട്രിക്കൽ എനർജിയെ തെർമൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ക്ലിയർ അല്ലേ? സോ ഇവിടെ ആൻസർ എന്നൊരു ഓപ്ഷൻ
എ ആണ്. അതെ, 10ാമത്തെ ചോദ്യം. ഇത് നമ്മുടെ 2018 എക്സാം ചോദ്യമാണ്. Which of the following physical quantity measures the rate of work done? The rate of work done എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫോഴ്സ്, ഓപ്ഷൻ ബി എനർജി, ഓപ്ഷൻ സി പവർ, ഓപ്ഷൻ ഡി മൊമെന്റം. The rate of doing work അല്ലെങ്കിൽ the rate of transfer of energy. ഏതാണ് ആൻസർ? ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻ സി, ദാറ്റ് ഈസ് പവർ ആണ്. The rate of work done അല്ലെങ്കിൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി എന്ന് പറയുന്നത് പവർ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സോ ഫോഴ്സ് എന്ന് പറയാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഒരു വസ്തുവിന്മേലുള്ള ഒരു പുള്ളോ പുഷോ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ കപ്പാസിറ്റി ടു ഡു വർക്ക് ആണ്. ദെൻ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. ദെൻ പവർ എന്ന് പറയുന്നത് യൂണിറ്റ് വാട്ട് ആണ്. ദെൻ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്, അല്ലെ? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്, mv ആണ് മൊമെന്റം എന്ന് പറയുന്നത്. മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താണ്? മൊമെന്റം മാസിന്റെ കിലോഗ്രാം ആണ്. വെലോസിറ്റിയുടെയോ മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ചോദ്യം RRB 2018 എക്സാം ക്വസ്റ്റ്യൻ തന്നെയാണ്. 1 horse power is equal to ഓപ്ഷൻ എ 786 വാട്ട്സ്, ഓപ്ഷൻ ബി 746 വാട്ട്സ്, ഓപ്ഷൻ സി 764 വാട്ട്സ്, ഓപ്ഷൻ ഡി 735 വാട്ട്സ്. ഇതെല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന എറൗണ്ട് ആയിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള വാല്യൂസ് ആണ്, അല്ലെ? നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം 1 horse power എന്ന് പറയുന്നത് 746 വാട്ടാണ്, അല്ലെ? 746 വാട്ടാണ്. എന്താ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ? ഹോഴ്സ് പവർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ പവർ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്, അല്ലെ? ഇൻഡസ്ട്രിയൽ സെക്ടറിൽ, അത് ഒന്ന് നോട്ട് ചെയ്തോണ്ട് എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളതാണ്. യൂണിറ്റ് യൂസ് മെഷർ പവർ ഇൻ ഇൻഡസ്ട്രിയൽ സെക്ടർ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ പവർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഹോഴ്സ് പവർ. 1 horse power ഈസ് ഈക്വൽ ടു 746 വാട്ടാണ്. ക്ലിയർ അല്ലേ? 12ാമത്തെ ചോദ്യം. ഇതൊരു പ്രോബ്ലം ഫോർമുല വെച്ച് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണ്. സോ എ മാൻ ലിഫ്റ്റ്സ് എ ലഗേജ് ഓഫ് 25 kilogram ഫ്രം ദ ഗ്രൗണ്ട് ആൻഡ് പുട്ട്സ് ഇറ്റ് ഓൺ ദ ഹെഡ് 2.5 meter above the ground. 2.5 meter മുകളിലേക്കാണ് എടുത്ത് വെക്കുന്നത്. ഇഫ് ദ വാല്യൂ ഓഫ് ജി ഈസ് 10 meter per second, 10 meter per second square അല്ലെങ്കിൽ 10 meter second raised to -2, then the value of work done by him on the luggage is. Option A 250 joule, option B 225 joule, option C 625 joule, option D 220 joule. എന്ത് കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്? നമുക്ക് മാസ് തന്നിട്ടുണ്ട്, അല്ലെ? മാസ് 25 kilogram. ദെൻ ജി തന്നിട്ടുണ്ട്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 meter per second square. ദെൻ ഹൈറ്റ് തന്നിട്ടുണ്ട്, അല്ലെ? ഹൈറ്റ് എന്ന് പറയുന്നത് 2.5 meter ആണ്. ഈ 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു വർക്ക് ഡൺ ആണ്. സോ ഞാൻ ക്ലിയർ ആയിട്ട് ക്ലാസ്സിൽ പഠിപ്പിച്ചത്, ഒരു വസ്തുവിനെ നമ്മളെടുത്ത് ഉയരത്തിലേക്ക് വെക്കാനൊക്കെ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് W is equal to mgh ആണ്, അല്ല mgh ആണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് m ഉണ്ട്, g ഉണ്ട്, h ഉണ്ട്. സോ ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. m എന്ന് പറയുന്നത് 25 kilogram ആണ്, g എന്ന് പറയുന്നത് 10 ആണ്, h എന്ന് പറയുന്നത് 2.5 meter ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ 2.5 മീറ്ററും 10ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 എന്ന് കിട്ടും. സോ 25 ഗുണം 25 25ന്റെ സ്ക്വയർ ആണ്. 25 ഗുണം 25 നമുക്ക് വളരെ ക്ലിയർ ആണ്, 625 ജൂൾ ആണ്, അല്ലെ? സോ വർക്ക് ഡൺ ആണ് ചോദിച്ചത്. സോ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. സോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി 625 ജൂൾ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നമ്മളൊരു സാധനം എടുത്ത് പൊക്കി വെക്കാനോ അത് താഴേക്ക് വെക്കാനോ മുകളിൽ നിന്ന് ഉള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് W is equal to mgh ആണ്. നമുക്കിവിടെ മാസ് തന്നിട്ടുണ്ട്, ജി തന്നിട്ടുണ്ട്, എച്ച് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. സോ ഫോർമുല ഡയറക്റ്റ് കൊടുത്താൽ മതി. സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 625 ജൂൾ ആണ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും?
എല്ലാവർക്കും കിട്ടിയോ? യെസ്, ഒരു ഡൗട്ടും വേണ്ട. ഇത് റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ, ഒന്നിലധികം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പ്രോബ്ലം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. 13ാമത്തെ ചോദ്യം. യൂണിറ്റ് ഓഫ് പവർ ഈസ് കോൾഡ്. പവറിന്റെ യൂണിറ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ. വാട്ടർ, ജൂൾ, ന്യൂട്ടൺ, പാസ്കൽ. ഇതാ യൂണിറ്റ് ഓഫ് പവർ. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുന്നത് ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻ എ വാട്ട് ആണ്. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം, W/T ആണല്ലോ. വർക്ക് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ്. W/T, വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ് പവർ എന്ന് പറയുന്നത്. സോ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ആണ്. ഇനി ജൂൾ എന്ന് പറയുന്നത് എനർജി, അതുപോലെ തന്നെ വർക്ക് അല്ലെ. വർക്ക് രണ്ടിന്റെ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. ദെൻ പാസ്കൽ എന്ന് പറയുന്നത് പ്രഷറിന്റെ യൂണിറ്റ് ആണ്. ഇതെല്ലാം റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ്. ക്ലിയർ ആയിട്ട് പഠിക്കുക കേട്ടോ. 14ാമത്തെ ചോദ്യം. ഇതും റെയിൽവേ 2018 എക്സാം ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് ദ സെയിം യൂണിറ്റ് ആസ് എനർജി? ഇതേ കണ്ടോ. അടുത്ത ചോദ്യം. എനർജിയുടെ അതേ യൂണിറ്റ് താഴെ തന്നിരിക്കുന്നത് ഏതിനാണ്? ഓപ്ഷൻ എ ഫോഴ്സ്, ഓപ്ഷൻ ബി വർക്ക്, ഓപ്ഷൻ സി ഡെൻസിറ്റി, ഓപ്ഷൻ ഡി പവർ. ഏതാണ്? ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻ ബി ആണ്. എനർജിയുടെ അതേ യൂണിറ്റ് ആണ് വർക്ക്. കാരണം ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ദെൻ പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താ? ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്, ഡിറൈവ് ചെയ്ത് പഠിച്ചതാണ് അല്ലെ. സോ ഡെൻസിറ്റിയുടെ ഫോർമുല എന്താ കണ്ടുപിടിക്കാനുള്ള? മാസ് ബൈ വോളിയം ആണ് അല്ലെ. മാസ് ഡിവൈഡഡ് ബൈ വോളിയം, വ്യാപ്തം. മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ഡിവൈഡഡ് ബൈ വോളിയത്തിന്റെ യൂണിറ്റോ? വോളിയത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, വ്യാപ്തത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നീളം ഗുണം വീതി ഗുണം ഉയരം എന്നാണ്. L/B/H എന്നാണ്. LBH എന്നാണ് അല്ലെ. സോ ലെങ്ത് ആണെങ്കിലും ബ്രെഡ്ത്ത് ആണെങ്കിലും ഹൈറ്റ് ആണെങ്കിലും എല്ലാം യൂണിറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് തന്നെയാണ്. ദാറ്റ് ഈസ് മീറ്റർ ഇൻറ്റു മീറ്റർ ആണ്. കാരണം ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും മൂന്നിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. സോ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണ്. ക്ലിയർ അല്ലേ? സോ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് മാസ് ബൈ വോളിയം ആണ്. ദാറ്റ് ഈസ് കിലോഗ്രാം ഡിവൈഡഡ് ബൈ മീറ്റർ ക്യൂബ്. 5ാമത്തെ ചോദ്യം റെയിൽവേ 2018 എക്സാം ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ ഫോർമുല ഓഫ് പവർ ഈസ്. ഫോർമുലയാണ് ഇവിടെ ചോദിച്ചത്. നേരത്തെ യൂണിറ്റ് ചോദിച്ചു, ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഓപ്ഷൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം, വർക്ക് ഡിവൈഡഡ് ബൈ ടൈം, സ്പീഡ് ഡിവൈഡഡ് ബൈ ടൈം, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. പവറിന്റെ ഫോർമുല, പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ചോദിച്ചത്. പവർ എന്ന് പറഞ്ഞാൽ ഇസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ് പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അങ്ങനെ ഈ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം എന്താണ്? മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം. സോ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ ഇത് ഫോഴ്സ് ആണ്, ബലമാണ് കേട്ടോ. ഫോഴ്സ് ആണ്. കാരണം ഇത് നമ്മൾ അടുത്ത യൂണിറ്റിൽ പഠിക്കും. ഇത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ് കേട്ടോ. സോ നമ്മൾ അടുത്ത യൂണിറ്റിൽ പഠിക്കും. സെക്കൻഡ് ലോ ഓഫ് മോഷനിലാണ് നമ്മൾ പഠിക്കുന്നത്. സോ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നതും ഫോഴ്സ് തന്നെയാണ്. ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം, ദാറ്റ് ഈസ് ഫോഴ്സ് ആണ്. ഇനി സ്പീഡ് ബൈ ടൈം അല്ല, ഡിസ്റ്റൻസ് ബൈ ടൈം ആയിരുന്നെങ്കിൽ നമുക്ക് സ്പീഡ് എന്ന് പറയാമായിരുന്നു. ഡിസ്റ്റൻസ് ബൈ ടൈം സ്പീഡ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമോ? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം സ്പീഡ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമോ? വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. കാരണം ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്റർ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. സോ മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ അല്ലേ? സോ ഫോർമുല ഓഫ് പവർ എന്ന് പറയുന്നത് വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 16ാമത്തെ ചോദ്യം. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ultimately which energy is converted into electrical energy? Option A mechanical energy, option B potential energy, option C heat energy, option D kinetic energy. ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ അല്ലെ, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന പവർ സ്റ്റേഷനിൽ എന്ത് എനർജിയാണ് ഫൈനലി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്.
ഇവിടെ ഒരു ക്ലിയർ ആയിട്ട് ഒരു ക്ലാരിറ്റി വേണം. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ ഏറ്റവും അല്ലെ ഡാമുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന വെള്ളം അല്ല അത് നേരെ താഴേക്ക് ഒഴുക്കി കൈനറ്റിക് എനർജി ആയിട്ട് മാറും. പൊട്ടൻഷ്യൽ എനർജി ഡാമിൽ അവിടെ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നപ്പോൾ അതിന്റെ ഹൈറ്റ് കാരണം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നു. അത് ദെൻ കൈനറ്റിക് എനർജി ആയിട്ട് ചേഞ്ച് ചെയ്തു. കൈനറ്റിക് എനർജി അത് ടർബൈനെ മൂവ് ചെയ്താണ് പിന്നെ അത് ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ കൈനറ്റിക് എനർജിയും ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്. സോ ആ പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നു, അത് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ടാണ് അത് ടർബൈനെ കറക്കി ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്നത്. സോ അപ്പൊ ക്ലിയർ ആയിട്ട് ഇവിടെ ഓർത്തോണം, പൊട്ടൻഷ്യൽ എനർജി എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ തെറ്റായിട്ട് വരാം. പക്ഷേ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ദാറ്റ് ഇസ് മെക്കാനിക്കൽ എനർജിയാണ് ശരിക്കും ഇവിടെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ തെറ്റിപ്പോകരുത്. സോ ഡൗട്ട് ഉണ്ടാകാം, പൊട്ടൻഷ്യൽ എനർജി മാത്രമല്ല, കാരണം പൊട്ടൻഷ്യൽ എനർജി അത് പിന്നെ കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടാണ് അത് ടർബൈനെ കറക്കുന്നത്. ക്ലിയർ അല്ലേ? പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ്, ദാറ്റ് ഇസ് മെക്കാനിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് അൾട്ടിമേറ്റ്ലി അത് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. സോ തെറ്റിപ്പോയത്, ചിലപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജി ആണോ എന്നൊരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ അല്ലേ? സോ മെക്കാനിക്കൽ എനർജിയാണ് ആൻസർ എന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, 17ാമത്തെ ചോദ്യം. What is the amount of work done when a body moves under a force of 1 Newton a distance of 1 meter in the direction of force? 2018 എക്സാം ക്വസ്റ്റ്യൻ ആണ്. 100 ജൂൾസ്, 1 ജൂള്, 10 ജൂൾസ്, 0.01 ജൂൾ. ഇവിടെ ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ആണ് അല്ലെ. വർക്കിന്റെ ഫോർമുല എന്താണ്? വർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമ്മൾ നേരത്തെ ജൂളിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ തന്നെ പറഞ്ഞു, 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഒരു വസ്തുവിന്റെ 1 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കാണ് വർക്ക് ഡൺ ആണ് നമ്മൾ 1 ജൂൾ എന്ന് പറഞ്ഞത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. സോ 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ, 1 ഇൻറ്റു 1 തന്നെ കിട്ടും. സോ 1 ന്യൂട്ടൺ മീറ്റർ, ദാറ്റ് ഈസ് വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂള്. സോ ആൻസർ എന്ന് പറയുന്നത് 1 ജൂള് തന്നെയാണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി 1 ജൂള്. കിട്ടിയോ? വളരെ സിമ്പിൾ അല്ലേ? വർക്ക് ഈസ് ഈക്വൽ ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് 1 ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെന്റ് 1 മീറ്റർ ആണ്. സോ 1 ഇൻറ്റു 1 തന്നെയാണ്. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് 1 ജൂള് തന്നെയാണ്. 18ാമത്തെ ചോദ്യം. Work done by an object on the application of a force would be 0 if the displacement of the object is dash. Positive, neutral, 0, negative. So work done by an object 0 ആണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡണ്ണിന്റെ ഫോർമുല എന്താണ്? W is equal to F ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ ഫോഴ്സ് ഉണ്ട്, സോ വർക്ക് 0 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കണം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു 0 ആയാൽ മാത്രമേ വർക്ക് 0 ആവുള്ളൂ. ക്ലിയർ ആയിട്ട് ഓർക്കുക, വർക്ക് ഡൺ 0 ആകണമെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകാൻ പാടില്ല. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ വർക്ക് ഡൺ 0 ആയിട്ട് മാറും. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 0. ഡിസ്പ്ലേസ്മെന്റ് 0 ആകുമ്പോഴാണ് ഫോഴ്സ് അപ്ലൈ ചെയ്താലും വർക്ക് 0 ആയിട്ട് മാറുന്നത്. ഇത് മറ്റു രീതിയിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് 0 ആയാൽ വർക്ക് ഡൺ 0 ആയിട്ട് മാറും. ഉദാഹരണം പറഞ്ഞാൽ ഒരു ക്ലോക്കിന്റെ സൂചി ഒരു റൗണ്ട് കറങ്ങി വന്ന് അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഒരു കുട്ടി ഓടി ഒരു റൗണ്ട് കറങ്ങി വന്ന് അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ്. അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന സാധനമല്ല, കാരണം ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റ് സെയിം ആണ്. ക്ലിയർ അല്ലേ? 19ാമത് ചോദ്യം. A bullet fired from a gun goes deep inside the target because it contains dash. റെയിൽവേയുടെ 2018 എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഹീറ്റ് എനർജി, പൊട്ടൻഷ്യൽ എനർജി, കെമിക്കൽ എനർജി, കൈനറ്റിക് എനർജി. ഒരു ഗണ്ണിൽ നിന്ന് വരുന്ന ബുള്ളറ്റ് എന്തുകൊണ്ടാണ് ടാർഗറ്റിൽ വളരെ ഡീപ്പായിട്ട് തുളച്ചു കയറി പോകുന്നത്? എന്തുകൊണ്ടാണ്? സോ വളരെ ഫാസ്റ്റ് ആയിട്ട് വരികയാണ് അല്ലെ. സോ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് വരികയാണ്. സോ അവിടെ മൂവ്മെന്റ് കാരണം അതിനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു എനർജി ഉണ്ട്, ദാറ്റ് ഈസ്
കൈനറ്റിക് എനർജി. സോ ആ മൂവ്മെന്റ് കാരണമുള്ള കൈനറ്റിക് എനർജി കാരണമാണ് ആ ഒരു ബുള്ളറ്റ് വളരെയധികം ഡീപ്പായിട്ട് ടാർഗറ്റിനെ തുളച്ചു കയറുന്നത്. അല്ലെ, അല്ലാതെ മൂവ് ചെയ്യാതെ വന്ന് വെറുതെ തൊട്ടാൽ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാവും? ഇല്ല. സോ അത്രയും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് വരുന്നത് കൊണ്ടാണ്, ആ മൂവ്മെന്റ് കാരണമുള്ള കൈനറ്റിക് എനർജി കാരണമാണ് അതിന് അത്രയും ടാർഗറ്റ് തുളച്ച് കയറാൻ സാധിക്കുന്നത്. ദാറ്റ് ഇസ് കൈനറ്റിക് എനർജിയാണ് ബുള്ളറ്റിനുള്ളത്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. 20ാമത്തെ ചോദ്യം. The work done by a passenger standing on a platform holding a suitcase weighing 10 kilogram is 100 joule, 0 joule, 98 joule, 980 joule. റെയിൽവേ 2018 എക്സാം ക്വസ്റ്റ്യൻ ആണ്. Okay. Work done by a passenger standing on a platform holding a suitcase weighing 10 kilogram എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ആ വ്യക്തി എന്താണ് ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഒരു സ്യൂട്ട് കേസിനെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്, അല്ല, കൈ കൊണ്ട് പിടിച്ചിരിക്കുകയാണ്. അയാൾ അവിടെ അനങ്ങുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. അല്ലെ, നമുക്കറിയാം വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ അയാൾ ഇവിടെ പ്ലാറ്റ്ഫോമിൽ ആ ലഗേജിനെ അല്ലെങ്കിൽ ആ സ്യൂട്ട് കേസിനെ വെറുതെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അല്ലെ, അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നില്ല, ഇതിന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ല. സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ സീറോയാണ്. സോ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയാൽ ഒരു ഡൗട്ടും വേണ്ട, വർക്ക് സീറോ ആയിട്ട് മാറും. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടില്ല എങ്കിൽ, അല്ലെ, സ്ഥാനമാറ്റം ഇല്ല എങ്കിൽ വർക്ക് ഡണ്ണും സീറോ ആയിട്ട് മാറും. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. 0 ജൂൾ ആണ് ആൻസർ. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായില്ല എങ്കിൽ സീറോ ആണെങ്കിൽ വർക്ക് ഡണ്ണും സീറോ ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, 21ാമത്തെ ചോദ്യം. A car while moving is facing a wind from the opposite direction. The work done by the wind on the car will be option A infinity, option B positive work, option C zero work, option D negative work. ഏതാണ് ആൻസർ? നോക്കി, കാർ ഒരു ഡയറക്ഷനിൽ പോവുകയാണ്. കാറിന്റെ എതിർ ദിശയിലാണ് ആര് വരുന്നത്? കാറ്റടിക്കുന്നത്. സോ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ 180 ഡിഗ്രി ആണ്. 180 ഡിഗ്രി ആംഗിൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. സോ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആംഗിൾ ഓഫ് ഡയറക്ഷൻ, ആംഗിൾ ബിറ്റ്വീൻ രണ്ടിനും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി, 180 ഡിഗ്രി ആയിരിക്കും. 180 ഡിഗ്രി ആണെങ്കിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അത് നെഗറ്റീവ് വർക്ക് ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഇത് നെഗറ്റീവ് വർക്ക് ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമ്മൾ ഫ്രിക്ഷൻ പഠിച്ചു. നമ്മൾ ഒരു ട്രോളിയോ ഒരു ബാഗോ നമ്മൾ ഉരുട്ടി ഇടുമ്പോൾ ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ആക്ട് ചെയ്യുന്നത്, അല്ലെ? അതെന്താണ്? നെഗറ്റീവ് വർക്ക്. ക്ലിയർ? സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. 22ാമത്തെ ചോദ്യം. An electric motor is marked 2 horsepower. The work done by the electric motor in 3 seconds will be nearly. റെയിൽവേ 2019 കോമ്പറ്റീറ്റീവ് എക്സാം ചോദ്യമാണ്. 373 ജൂള്, 497 ജൂള്, 1.5 കിലോ ജൂള്, 4.4 കിലോ ജൂള്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളാം. ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഒരു ഇലക്ട്രിക് മോട്ടോർ എന്ന് പറഞ്ഞ് 2 ഹോഴ്സ് പവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ പവർ ആണ്, അല്ലെ? 2 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് പവർ ആണ്, ഇലക്ട്രിക്കൽ. സോ പവർ എന്ന് പറയുന്നത് 2 ഹോഴ്സ് പവർ. സോ 2 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്രയാണ്? ഹോഴ്സ് പവർ 746 വാട്ടാണ്. സോ 2 ഗുണം 746, ഞാൻ ഇതിനെ 750 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 750 പ്ലസ് 750 അല്ലെങ്കിൽ 750 ഗുണം 2 എന്ന് പറഞ്ഞാൽ 1500 എന്ന് നമുക്ക് കിട്ടും, അല്ലെ? 1500 വാട്ടെന്ന് കിട്ടും. 1500 വാട്ടിന് ഞാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 കിലോ വാട്ട് എന്ന് കിട്ടും, അല്ലെ? 1.5 കിലോ വാട്ട്. ക്ലിയർ ആണോ? ഇനി അടുത്തെന്താ തന്നിരിക്കുന്നത്? ടൈം തന്നിട്ടുണ്ട്. അപ്പൊ പവർ ഉണ്ട്, ടൈം ഉണ്ട്. ടൈം എന്ന് പറയുന്നത് 3 സെക്കൻഡ്സ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വർക്ക് ഡൺ ആണ്. പവർ, വർക്ക്, ടൈം, ഇത് മൂന്നും തമ്മിൽ റിലേഷൻ ഉള്ള ഏതെങ്കിലും ഫോർമുല നമ്മൾ പഠിച്ചോ?
യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അല്ലെ? പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലെ? പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അങ്ങനെ പവർ നമുക്ക് തന്നിട്ടുണ്ട്. പവർ ഈസ് ഈക്വൽ ടു 1.5 കിലോ വാട്ട്. ദെൻ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് 3 സെക്കൻഡ് ആണ്. അങ്ങനെ വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വർക്ക് ഈസ് ഈക്വൽ ടു ഈ 3 സെക്കൻഡിനെ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1.5 കിലോ വാട്ട് ഇൻറ്റു 3 സെക്കൻഡ്, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 4.5 കിലോ ജൂൾ. വാട്ട് കിലോ ജൂൾ എന്ന് കിട്ടും. ഓൾമോസ്റ്റ് ആണ് കേട്ടോ. 4.5, കാരണം 750 ഞാൻ എടുത്തുകൊണ്ടാണ് 4.5 എന്ന്. ഇതിനേക്കാൾ കുറച്ചുകൂടെ താഴെ ആയിരിക്കും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 4.4 കിലോ ജൂൾ ആണ്. ഈ ഒരു ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തോളാം. 2 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് ഒന്നുകൂടി ഞാൻ പറയാം. 2 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് അതിന്റെ മോട്ടറിന്റെ പവർ ആണ്. P is equal to ഹോഴ്സ് പവർ. സോ അതിനെ നമ്മൾ വാട്ടിലേക്ക് മാറ്റുമ്പോൾ 2 into 746 വാട്ട് എന്ന് എടുക്കണം. അത് മൾട്ടിപ്പിൾ ഞാനത് 750 എടുത്തു. സോ 1500 വാട്ടെന്ന് കിട്ടും. 1500 വാട്ട് എന്ന് പറഞ്ഞാൽ 1.5 കിലോ വാട്ട് എന്നാണ്. പിന്നെ ടൈമും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് വർക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല യൂസ് ചെയ്യുന്നത്. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. അതിൽ നിന്ന് വർക്ക് ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം എന്ന് നമുക്ക് കിട്ടും. സോ പവർ എന്ന് 1.5 കിലോ വാട്ട് ആണ്. ടൈം എന്ന് പറയുന്നത് 3 സെക്കൻഡ് ആണ്. സോ ഓൾമോസ്റ്റ് 4.5 കിലോ ജൂൾസ് എന്ന് കിട്ടും. സോ അത് 746 750 എടുത്തോണ്ടാണ് 4.5 വന്നത്. അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി താഴെ ആയിരിക്കും. ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത് 4.5നേക്കാളും തൊട്ടടുത്ത് കിടക്കുന്നത് 4.4 കിലോ ജൂൾ ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. എല്ലാവർക്കും കിട്ടിയോ? ക്ലിയർ ആയിട്ട് കിട്ടിയോ? യെസ്. 3 ചോദ്യങ്ങൾ കൂടിയാണ് ഇനിയുള്ളത്. 23ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് വർക്ക് ഡൺ? റെയിൽവേയുടെ 2018 എക്സാം ചോദ്യമാണ്. ഓപ്ഷൻ എ, ബോയ് പുഷിംഗ് wall in room, trolley moving forward when girl pushes a trolley, applying pressure on a pebble lying on the surface, raising a book to a height. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കുന്നത് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് വർക്ക് ഡൺ ആണ്. നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ വർക്ക് ഡൺ നോട്ട് എന്നാണ് ക്വസ്റ്റ്യൻ. നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് വർക്ക് ഡൺ. സോ ഇവിടെ വർക്ക് ഡൺ 0 വരുന്ന ഏതെങ്കിലും കണ്ടീഷൻ ഉണ്ടോ? വർക്ക് ഡൺ 0 ആയിട്ട് വരുന്നത്? യെസ് ഉണ്ട് അല്ലെ? ഓപ്ഷൻ എ, ബോയ് പുഷിംഗ് വാൾ ഇൻ ദ റൂം. ഒരു വാളിനെ പുഷ് ചെയ്യാണ് ഒരു ബോയ്. സോ അവിടെ വാളിനെ പുഷ് ചെയ്താലും അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകില്ല. സോ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായില്ല എങ്കിൽ വർക്ക് ഈസ് ഈക്വൽ ടു 0 ആണ്. സോ അവിടെ നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് വർക്ക് ഡൺ ആണ്. വർക്ക് എന്ന് പറയുന്നത് അവിടെ 0 ആണ്. ബാക്കി എല്ലായിടത്തും നോക്കിയേ, ട്രോളി മൂവിങ് ഫോർവേഡ് ആൻഡ് ഗേൾ പുഷസ് ട്രോളി. ട്രോളിയെ തള്ളുമ്പോൾ അത് മൂവ് ചെയ്യുന്നുണ്ട്. സോ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്ലൈങ് എ പ്രഷർ ഓൺ പെബിൾ ലൈങ് ഓൺ ദ സർഫസ്, അവിടെയും വർക്ക് നടക്കുന്നുണ്ട്. റൈസിങ് എ ബുക്ക് ടു എ ഹൈറ്റ്, അവിടെയും വർക്ക് ഉണ്ട്. സോ വർക്ക് 0 ആയിട്ട് വരുന്നത് ബോയ് പുഷിംഗ് വാൾ ഇൻ ദ റൂം ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. 24ാമത്തെ ചോദ്യം. When the momentum of a body is doubled by keeping its mass unchanged, the kinetic energy is halved, 3 times, 4 times, doubled. കൈനറ്റിക് എനർജി മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ ആണ് ക്വസ്റ്റ്യൻ. മൊമെന്റം ഡബിൾ ആകുമ്പോൾ കൈനറ്റിക് എനർജി എന്ത് ചേഞ്ച് ഉണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ 2 റിലേഷൻഷിപ്പ് നമ്മൾ മൊമെന്റവും കൈനറ്റിക് എനർജിയും പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒന്നാമത്തത് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ, മൊമെന്റത്തിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m എന്നാണ്. ഇതിൽ നമുക്ക് തിരിച്ചു എഴുതാം. പി ഈസ് ഈക്വൽ ടു അല്ലെ, മൊമെന്റം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2m k. ക്ലിയർ അല്ലേ? സോ 2 റിലേഷൻ നമ്മൾ അവിടെ പഠിച്ചു. കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു മൊമെന്റം സ്ക്വയർ. അതുപോലെ പൊട്ടൻഷ്യൽ എനർജി നേരെ തിരിച്ചെഴുതാം. സോറി, മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി ആണ്. ഈ 2 റിലേഷൻഷിപ്പ് ഓർത്തോണം. അപ്പൊ കൈനറ്റിക് എനർജി ഇവിടെ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് എന്താണ്? മൊമെന്റം ഡബിൾ ആയി. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജിയിൽ എന്ത് ചേഞ്ച് ആയി? ഇത് തിരിച്ചും ചോദിക്കാം. ഇവിടെ കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് തരും. അങ്ങനെയാണെങ്കിൽ മൊമെന്റം കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇനി ഇവിടെ തന്നിരിക്കുന്ന നേരെ തിരിച്ചാണ്. മൊമെന്റം തന്നിട്ട്
മൊമെന്റം ചേഞ്ച് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അങ്ങനെ കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. മൊമെന്റം ഡബിൾ ആയി. അപ്പൊ കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മൊമെന്റത്തിന്റെ സ്ക്വയർ ആണ്. ഈ പി എന്ന് പറയുന്നത് 2 മടങ്ങാണ്, 2p² ആയിട്ട് മാറി. 2p² എന്ന് പറയുന്നത് 4p² ആണ്, കാരണം 2ന്റെ സ്ക്വയർ 4 ആണ്. അപ്പൊ കൈനറ്റിക് എനർജി എത്രയായിട്ട് മാറി? 4p² ആയിട്ട് മാറി. അപ്പൊ മൊമെന്റം ഡബിൾ ആയപ്പോ കൈനറ്റിക് എനർജി 4 മടങ്ങായിട്ട് മാറി. ക്ലിയർ അല്ലേ? കൈനറ്റിക് എനർജി 4 മടങ്ങായിട്ട് മാറി, കാരണം കൈനറ്റിക് എനർജി ഇസ് പ്രൊപ്പോർഷണൽ ടു മൊമെന്റം സ്ക്വയർ ആണ്. അപ്പൊ മൊമെന്റം ഡബിൾ ആയാൽ അതിന്റെ സ്ക്വയർ കൈനറ്റിക് എനർജിയിൽ ചേഞ്ച് ഉണ്ടാവും. മൊമെന്റം 4 മടങ്ങാല് അതിന്റെ സ്ക്വയർ 16 മടങ്ങ് കൈനറ്റിക് എനർജിയിൽ ചേഞ്ച് ഉണ്ടാവും. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, കൈനറ്റിക് എനർജി ഒരു 4 മടങ്ങായി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ മൊമെന്റത്തിൽ എന്ത് ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക? മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി ആണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ മൊമെന്റം കൈനറ്റിക് എനർജി 4 മടങ്ങായി എന്ന് പറഞ്ഞാൽ മൊമെന്റത്തിൽ എന്ത് ചേഞ്ച് ഉണ്ടാവും? റൂട്ട് ഓഫ് 4k, അല്ലെ? റൂട്ട് ഓഫ് 4. സോ അപ്പൊ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞത് 2 ആണ്, അല്ലെ? അപ്പൊ 2 മടങ്ങായിരിക്കും മൊമെന്റത്തില് ചേഞ്ച് ഉണ്ടാകുന്നത്. കൈനറ്റിക് എനർജി 4 മടങ്ങായി എന്ന് പറഞ്ഞാല് അതിന്റെ സ്ക്വയർ റൂട്ട് ആണ് മൊമെന്റത്തിൽ ചേഞ്ച് വരിക, കാരണം മൊമെന്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി ആണ്. അപ്പൊ റൂട്ട് ഓഫ് 4k എന്ന് വരും. 4ന്റെ റൂട്ട് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോ കൈനറ്റിക് എനർജി 4 മടങ്ങായാല് മൊമെന്റം 2 മടങ്ങേ ആവുള്ളൂ. ക്ലിയർ ആണ്? അതിന്റെ സ്ക്വയർ റൂട്ടേ ചേഞ്ച് വരുള്ളൂ. മറ്റേ മൊമെന്റത്തിലാണ് ചേഞ്ച് എങ്കിൽ അതിന്റെ സ്ക്വയർ ചേഞ്ച് വരും കൈനറ്റിക് എനർജിയിൽ. ഇത് രണ്ടും ഒന്ന് ഓർത്ത് വയ്ക്കുക. 2 രീതിയിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ ആൻസർ എന്ന് പറയുന്നത് 4 ടൈംസ് ആണ്. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഇത് നമ്മളിത് ക്ലിയർ ആയിട്ട് ഇതിന്റെ ഡെറിവേഷൻ പഠിച്ചതാണ്, എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത്. ലാസ്റ്റ് ചോദ്യം, 25ാമത്തെ ചോദ്യം, റെയിൽവേ 2018 എക്സാം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻ ഫിസിക്സ് വർക്ക് ഡൺ ഈസ് ഡിഫൈൻഡ് ആസ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എ ഫോഴ്സ് ഹാസ് ആക്ടഡ് ഓൺ ആൻ ഓബ്ജെക്ട് വിത്ത് കോസിംഗ് എനി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഇറ്റ്. ഓപ്ഷൻ ബി ഓൺലി വെൻ ആൻ ഓബ്ജെക്ട് ഈസ് ഡിസ്പ്ലേസ്ഡ്. ഓൺലി വെൻ ഓപ്ഷൻ സി ഓൺലി വെൻ ഫോഴ്സ് ഹാസ് ആക്ടഡ് ഓൺ ദ ഓബ്ജെക്ട്. ഓപ്ഷൻ ഡി എനി ഓഫ് ദ എബോവ്. ഇനി ഈ കൊടുത്തതെല്ലാം ഓപ്ഷൻ അല്ലായിരുന്നു, സ്റ്റേറ്റ്മെന്റുകളാണ്. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇനിയാണ്. ഈ പറഞ്ഞ 4 സ്റ്റേറ്റ്മെന്റില് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബി ആൻഡ് സി ആർ കറക്റ്റ്. ഓപ്ഷൻ ബി എ ആൻഡ് ബി ആർ കറക്റ്റ്. ഓപ്ഷൻ സി എ ആൻഡ് സി ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻസ് ഉണ്ടാവും ഇവിടെ. നോക്കി, ഓപ്ഷൻ എ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് എ പറയുന്നത് എ ഫോഴ്സ് ഹാസ് ആക്ടഡ് ഓൺ ആൻ ഓബ്ജെക്ട് കോസിംഗ് എനി ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായില്ല എങ്കിൽ വർക്ക് എന്ന് പറയുന്നത് 0 ആണ്. സോ നമുക്ക് ആ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. ഇനി ഓപ്ഷൻ ബി എന്ന് പറയുന്നത് നോക്കിയേ, ഓൺലി വെൻ ആൻ ഓബ്ജെക്ട് ഈസ് ഡിസ്പ്ലേസ്ഡ്. ഓപ്ഷൻ സി ഓൺലി വെൻ ആൻ ഫോഴ്സ് ഹാസ് ആക്ടഡ് ഓൺ ദ ഓബ്ജെക്ട്. ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ഓപ്ഷൻ സി അനുസരിച്ച്, ഓപ്ഷൻ ബി അനുസരിച്ചാണെങ്കിൽ ഓബ്ജെക്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആൻഡ് സി ആർ കറക്റ്റ് എന്ന് പറഞ്ഞൂടെ? തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. ഒന്ന് നോക്കി എന്തുകൊണ്ടാന്ന്. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഓൺലി വെൻ ഓബ്ജെക്ട് ഈസ് ഡിസ്പ്ലേസ്ഡ് എന്നാണ്. ഓപ്ഷൻ സി പറയുന്നത് ഓൺലി വെൻ ഫോഴ്സ് ഹാസ് ആക്ടഡ് ഓൺ ഇറ്റ് എന്നാണ്. ഇത് രണ്ടും പറയാൻ പറ്റില്ല, അല്ലെ? ഇത് രണ്ടും ഉണ്ടായാൽ മാത്രമേ അവിടെ വർക്ക് ഡൺ എന്ന് പറയാൻ പറ്റുള്ളൂ. ഫോഴ്സ് ആക്ട് ചെയ്യണം, ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കാരണം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായെങ്കിൽ മാത്രമേ അവിടെ വർക്ക് ഡൺ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഫോഴ്സ് മാത്രം ആക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആവില്ല. ഇനി ഓബ്ജക്റ്റ് ഡിസ്പ്ലേസ്മെന്റ് മാത്രം ഉണ്ടായി എന്ന് പറഞ്ഞാലും അവിടെ വർക്ക് ഡൺ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഓപ്ഷൻ ബി ആൻഡ് സി എന്ന് പറഞ്ഞാലും അത് റോങ് ആണ്. ഓപ്ഷൻ ബി ഓൺലി വെൻ ഓബ്ജക്ട് ഈസ് ഡിസ്പ്ലേസ്ഡ് എന്നാണ്. ഓപ്ഷൻ സി ഓൺലി വെൻ ഫോഴ്സ് ഹാസ് ആക്ടഡ് ഓൺ ദ ഓബ്ജക്ട് എന്നാണ്. ഇത് രണ്ടും കൂടെ ചേർന്നാലേ ശരിക്കും, അതായത് രണ്ടും കൂടെ ചേർത്തെന്ന് പറയാൻ പറ്റില്ല. എ ഫോഴ്സ് ഈസ് ആക്ടഡ് ഓൺ ആൻ ഓബ്ജക്ട് വിത്ത് കോസിംഗ് എനി ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമെങ്കിൽ ഓപ്ഷൻ എ കറക്റ്റ് ആയിരുന്നു. അപ്പൊ ഇവിടെ ശരിക്കും പറയാൻ ആൻസർ എന്ന് പറയുന്നത് നൺ ഓഫ് ദി എബോവ് ആണ്. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്നുള്ള ഈ ഉറപ്പാണ്. പെട്ടെന്ന് നമ്മൾ ബിയും സിയും കറക്റ്റ് ആണെന്ന് പറഞ്ഞ് എഴുതി വെക്കാം, രണ്ടും കൂടെ ചേരുമ്പോൾ കറക്റ്റ് ആവില്ലേ? നോക്കിയ സ്റ്റേറ്റ്മെന്റ് ഈ പറയുന്ന ഓൺലി വെൻ ഓബ്ജക്ട് ഈസ് ഡിസ്പ്ലേസ്ഡ്. ഓബ്ജക്റ്റ് ഡിസ്പ്ലേസ്മെന്റ് ആവുമ്പോൾ മാത്രമെന്നാ പറയുന്ന ഓപ്ഷൻ ബി. രണ്ടാമത് പറയുന്ന ഓൺലി വെൻ ഫോഴ്സ് ഹാസ് ആക്ടഡ് ഓൺ ഇറ്റ്. ബലം
അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമെന്നാ, അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകണമെന്ന് പറയുന്നില്ല. അപ്പൊ അത് രണ്ടും കൂടെ പറഞ്ഞാലും ആൻസർ തെറ്റാണ്. ക്ലിയർ അല്ലേ? രണ്ടും ഒരുമിച്ച് സംഭവിച്ചാൽ മാത്രമേ അവിടെ വർക്ക് ഡൺ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ശരിക്കും ആൻസർ നൺ ഓഫ് ദി അബവ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് തന്നെ. സോ ആൻസർ എന്ന് പറയുന്നത് നൺ ഓഫ് ദി അബവ് ആണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ഫോഴ്സ് ഈസ് ആക്റ്റഡ് ഓൺ ആൻ ഒബ്ജക്ട് വിത്ത് കോസിംഗ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഇറ്റ് എന്നതായിരുന്നെങ്കിൽ കറക്റ്റ് ആൻസർ ആയിരുന്നു. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ 25 റെയിൽവേയുടെ വിവിധ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യനുകൾ നമ്മൾ ക്ലിയർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചു. സോ നിങ്ങൾ തിയറി പഠിച്ചവരാണെങ്കിൽ ഉറപ്പായിട്ടും ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നു എന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ മെസ്സേജുകളും ഫീഡ്ബാക്ക് കമന്റുകളും ഒക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. സോ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. സോ ഒരിക്കൽ കൂടി ആവർത്തിക്കണം, ആരെങ്കിലും നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ മെസ്സേജ് കിട്ടുന്നതാണ്. നമ്മുടെ നേഴ്സസ് സക്സസ് മാജിക് ലേണിംഗ് ആപ്പിന്റെ റീലോഞ്ചിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കോംബോ ഓഫർ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. സോ നമ്മുടെ DMEയുടെ 6ാമത്തെ ബാച്ച് ക്ലാസ്സുകളുടെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ന്യൂട്രീഷൻ ആണ് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ റെയിൽവേ നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ബാച്ചിന്റെ 2ാമത്തെ ബാച്ച് നിങ്ങൾ നവംബർ 10 ക്ലോസ് ചെയ്യാണ്. ഇനി ആത്മാർത്ഥമായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്ത് പ്രോപ്പറായിട്ട് മോഡൽ എക്സാം എഴുതി കംപ്ലീറ്റ് ടൈം നമുക്കിനി വേണം. സോ അത് നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യാണ്. സോ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എത്രയും വേഗം ജോയിൻ ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ഏപ്രിൽ 12 എയിംസ് നോർസെറ്റിന്റെ എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മൾ ഇത്തവണ സ്റ്റാർട്ട് ചെയ്യാണ്. ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യനും NCLEX-RN ക്വസ്റ്റ്യൻസും അതുപോലെ നോൺ നേഴ്സിംഗ് സബ്ജക്ട്സ് എല്ലാം പഠിച്ച് പ്രോപ്പറായിട്ട് തന്നെ എയിംസിന്റെ പാറ്റേണിൽ തന്നെ പ്രീവിയസ് എക്സാം എയിംസിന്റെ നോർസെറ്റിന്റെ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അറ്റൻഡ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ, വർക്ക്ഔട്ട് ചെയ്ത് എയിംസ് നോർസെറ്റിന് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ടും എയിംസ് നോർസെറ്റിന്റെ വീര ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. സോ അതുപോലെ എല്ലാ ബാച്ചിലും ഒരുമിച്ച് കോംബോ ഓഫർ ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഓഫറിൽ പഠിക്കാവുന്നതാണ്. ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉറപ്പായിട്ടും എത്രയും വേഗം ജോയിൻ ചെയ്ത് പഠിക്കാം. സോ നിങ്ങൾ എല്ലാവർക്കും വേഗം ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക, പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചു തീർത്ത് കോൺഫിഡൻസോടെ എക്സാം എഴുതുക. ഉറപ്പായിട്ടും വിജയം നിങ്ങളോട് ഒപ്പം തന്നെ ഉണ്ടാകും. ഓൾ ദ ബെസ്റ്റ്.